നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് നവംബർ 4-ാം തീയതിയാണ്. ഇന്നു മുതലാണ് BLOമാർ വീടുകളിലെത്തി തുടങ്ങുന്നത്. എന്യൂമറേഷൻ ഫോം പൂരിപ്പിക്കേണ്ടതുണ്ട്. വീടുകളിലെത്തി ആ ഫോമൊക്കെ പൂരിപ്പിക്കുന്ന നീക്കങ്ങളിലേക്ക് അല്ലെങ്കിൽ നടപടികളിലേക്കൊക്കെ കടക്കാനിരിക്കുകയാണ്. വെള്ളിപ്പറമ്പിലുള്ള BLO ഉനൈസ് അലി കൂടി നമ്മുടെ കൂടെ തത്സമയം ചേരുന്നുണ്ട്. മഹേഷ് പോലൂർ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നുണ്ട്. മഹേഷ്, ഇന്നിപ്പോൾ BLOമാർ വീടുകളിലെത്തി തുടങ്ങുകയാണ്. ഈ എന്യൂമറേഷൻ ഫോമിൽ ഫില്ല് ചെയ്യുന്നത് ഏത് രീതിയിലായിരിക്കും? ആ ഒരു ഫോമിന്റെ പകർപ്പ് അത് എങ്ങനെയാണ് നമ്മളത് പൂരിപ്പിക്കേണ്ടത്? അതാണ് അമൃത, നമ്മള് കൂടുതൽ അതിലൊരു കൺഫ്യൂഷൻ ആളുകൾക്ക് വേണ്ട എന്ന് കരുതിയാണ് നമ്മളൊരു BLOയെ തന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. ഉനൈസ് അലി, അദ്ദേഹം വെള്ളിപ്പറമ്പ് 104 നമ്പർ ബൂത്ത് 104 അവിടുത്തെ BLO ആണ്. അദ്ദേഹം ഇന്ന് ഫോമുമായിട്ട് ഇന്നോട്ട് ആളുകളിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ആ ഫോമിന്റെ മാതൃകയാണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്യൂമറേഷൻ ഫോമിന്റെ മാതൃകയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വളരെ സിമ്പിളായിട്ട് തന്നെ കാര്യങ്ങൾ നമുക്ക് ആദ്യം ഇവിടെ പേര് ഇത് ഓൾറെഡി അച്ചടിച്ച് വരുന്നതാണ്. അതായത് നമ്മുടെ ഈ നിലവിലുള്ള വോട്ടർ പട്ടികയിലുള്ള അതേമാതിരി അച്ചടിച്ച ഫോമാണ് നമ്മൾ വീടുകളിൽ എന്യൂമറേഷൻ ഫോമായി കൊടുക്കുന്നത്. ഓക്കെ, ഇതിൽ വോട്ടറുടെ പേര് ഓൾറെഡി ഉണ്ടാകും. വോട്ടറുടെ പേര് ഓൾറെഡി ഉണ്ടാവും, ഫോട്ടോയും ഉണ്ടാവും, പഴയ ഫോട്ടോയും ഉണ്ടാവും. ഫോട്ടോ ഉണ്ടാവും. ഓക്കെ, അതിൽ നിലവിൽ പുതിയ ഫോട്ടോ പതിക്കാനുള്ള ഏരിയ അത് ഓപ്ഷണലാണ്. അത് ഓപ്ഷണലാണ്. ഓക്കെ, ഈ കാണുന്ന ഭാഗത്ത്, അതായത് നിലവിൽ വരുന്ന ഫോമിനകത്ത് ഇവിടെ ഈ ഭാഗത്ത് മാസ്ക് ചെയ്തിരിക്കുന്ന ഈ ഭാഗത്ത് ഓൾറെഡി ഫോട്ടോ ഉണ്ടാകും. പക്ഷേ ഈ ഭാഗത്ത് കാണുന്നതിൽ ഒരു ഫോട്ടോ നമ്മൾ പതിക്കണം, അല്ലെ? ഫോട്ടോ പതിക്കണം. അത് നിലവിൽ പേരുണ്ടാകും. അപ്പോൾ നമ്മളതിൽ പൂരിപ്പിക്കേണ്ടത് നമ്മളെ ജനന തീയതി, ആദ്യം ജനന തീയതി, ആധാർ നമ്പർ ഓപ്ഷണലാണ്. ആധാർ നമ്പർ നിർബന്ധമില്ല, ഓപ്ഷണലാണ്. ഓക്കെ, നമ്മൾ ഡീറ്റെയിൽസ് വീട്ടുകൾ ഉണ്ടാവുമല്ലോ, ആ ഡീറ്റെയിൽസ് പിതാവിന്റെ പേര് അതൊക്കെ ലഭ്യമാണ്, എഴുതിയിട്ടുണ്ട്. അതിൽ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ജനന തീയതി. നമ്മൾ ആദ്യ കോളത്തിൽ ജനന തീയതി നൽകുക. ആധാർ അത് ഓപ്ഷനിലാണ്. ആധാർ നമ്പർ കൊടുത്താലും കൊടുത്തില്ലെങ്കിലും അത് വലിയ പ്രയാസമില്ല. പക്ഷെ എന്നാൽ പോലും നോക്കുക, ഇവിടെ ആധാർ ഓപ്ഷണലാണ്. അതുപോലെ തന്നെ മൊബൈൽ നമ്പർ നമുക്ക് അതിൽ മൊബൈൽ നമ്പർ ഈ ഭാഗത്ത് കൊടുക്കാം. പിതാവിന്റെ അല്ലെങ്കിൽ രക്ഷിതാവിന്റെ പേര് അവിടെ ക്ലിയർ ആക്കി കൊടുക്കാം. പിതാവിന്റെ രക്ഷിതാവിന്റെ എപ്പിക് നമ്പർ അത് ലഭ്യമാണെങ്കിൽ മാത്രം മതി, അല്ലെ? അതിൽ വളരെ നിർബന്ധമില്ല, പക്ഷെ അത് ലഭ്യമാകും. ഓക്കെ, അമ്മയുടെ പേര്, അമ്മയുടെ എപ്പിക് നമ്പർ, അതായത് നമ്മുടെ പഴയ ഇലക്ഷൻ വോട്ടർ ID നമ്പർ എന്ന് തന്നെയല്ലേ? അത് തന്നെയാണ്. നമ്മള് കൺഫ്യൂഷൻ വേണ്ട. പഴയ വോട്ടർ ID നമ്പർ, പഴയ വോട്ടർ IDയിലുള്ള നമ്പറാണ് നമുക്ക് വേണ്ടത്. പങ്കാളിയുടെ പേര് അതും ബാധകമെങ്കിൽ മാത്രം എന്ന് അതിൽ വരുന്നുണ്ട്. പങ്കാളിയുടെ എപ്പിക് നമ്പർ അതും നിർബന്ധമില്ല. അപ്പോൾ നമ്മൾ പ്രധാനമായും ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ജനന തീയതിയാണ്, ഒപ്പം ആധാറാണ്. ആധാർ ഓപ്ഷനിലാണ്. മൊബൈൽ നമ്പർ, പിതാവിന്റെ രക്ഷിതാവിന്റെ പേര് അത് ക്ലിയർ ആയിട്ട് കൊടുക്കാം. അപ്പൊ ആദ്യ ഭാഗം നമുക്ക് കുറച്ച് സിമ്പിൾ ആണ് എന്ന് കരുതാം. പക്ഷെ രണ്ടാം ഭാഗത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ കുറച്ചുകൂടി ഒന്ന് സൂക്ഷിച്ചിരിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. ഇതാണ് രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത്. ഈ രണ്ടാമത്തെ ഭാഗത്തിൽ ഇവിടെ വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ 2002 വോട്ടർ ലിസ്റ്റിൽ 2002 വോട്ടർ ലിസ്റ്റിലുള്ള ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ ഫില്ല് ചെയ്യേണ്ടത്. അദ്ദേഹം ഏത് നിയമസഭാ മണ്ഡലത്തിലാണോ അന്ന് വോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം അന്ന് നമ്മൾ കുന്നമംഗലായിരുന്നതുകൊണ്ട് കുന്നമംഗലത്തിന്റേത് 27ആണ്. അതിന്റേത് പാർട്ട് അന്നത്തെ ഇവിടെ വെള്ളിപ്പറമ്പ് മേഖലയിൽ വരുന്ന 58, 59 ഒക്കെയാണ് ആ പാർട്ട്. അതിൽ അവരുടെ എത്രാമത്തെ സീരിയൽ നമ്പർ ആണോ എന്ന് വെച്ചാൽ അതാണ് അവർ എഴുതേണ്ടത്. 2002 പ്രേക്ഷകർ അത് പ്രത്യേകം ഓർത്ത് വെക്കുക. ഈ ഫോമിന്റെ താഴ്ഭാഗത്ത് വലതുവശത്ത് വരുന്ന ഭാഗം, ആ ഇടതുവശത്ത് വരുന്ന ഭാഗം, അതായത് അന്ന് 40 വയസ്സിന് മുകളിലുള്ളവർക്കേ ഉള്ളൂ ഇവിടെ എഴുതാൻ ഉണ്ടാവുള്ളൂ. അപ്പം ഓക്കെ, 2002 വോട്ടുണ്ടായിരുന്ന ആളുകൾക്ക് ഇപ്പോൾ 40 വയസ്സുള്ളവർക്ക് ഇപ്പോൾ 40 വയസ്സ് പൂർത്തിയാകും. ഓക്കെ, അതിൽ നമ്മൾ വേണ്ടത് വോട്ടറുടെ പേര്, അന്നത്തെ വോട്ടറുടെ പേര് ചേർക്കണം. എപ്പിക് നമ്പർ ലഭ്യമാണെങ്കിൽ അത് ചേർക്കണം. ബന്ധുവിന്റെ പേര് അന്ന് നമ്മൾ കൊടുത്ത അതേ പേര്, അത് അച്ഛന്റെ അമ്മന്റെ പേര് അതിൽ കൊടുത്തിട്ടുണ്ടാവില്ലോ, അത് എഴുതിയാൽ മതി. ഓക്കെ, അത് അന്ന് കൊടുത്തത് തന്നെ വേണോ, അതല്ല പുതുതായിട്ട് കൊടുക്കാൻ പറ്റുമെന്നാ ഞാൻ? ഇല്ല, അതിൽ ലിസ്റ്റിൽ നമ്മൾ ആ ലിസ്റ്റ് 2002 സിഒന്റെ സൈറ്റിൽ കയറി ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവിടെ കാണിക്കും. അതന്നെ അവിടെ എഴുതിയാൽ മതി. ഓക്കെ, അത് നിർബന്ധമായി പോകുക. ബന്ധുവിന്റെ പേര്, ബന്ധുവുമായിട്ടുള്ള ബന്ധം എന്താണെന്നുള്ളത് അത് അടയാളപ്പെടുത്തുക. ജില്ല, ഏത് ജില്ലയാണ് അത് അടയാളപ്പെടുത്തുക. സംസ്ഥാന സ്വാഭാവികമായും കേരളത്തിന്റെ പേര്. നിയമസഭാ മണ്ഡലത്തിന്റെ പേര് അത് അന്നത്തെ നിയമസഭാ മണ്ഡലം വേണ്ടി വരും. അന്നത്തെ നിയമസഭാ മണ്ഡലം വേണം. ഓക്കെ, ഇപ്പോൾ ഉദാഹരണത്തിന് മണ്ഡലം പുനർനിർണയം വന്നല്ലോ, അതിനുശേഷം മാറിയിട്ടുണ്ടോ? അപ്പോൾ അന്ന് 2002 വോട്ടുണ്ടായിരുന്ന നിയമസഭാ മണ്ഡലത്തിന്റെ പേര് അതിൽ അടയാളപ്പെടുത്തണം എന്നുള്ളതാണ്. നിയമസഭാ മണ്ഡലത്തിന്റെ അന്നത്തെ നമ്പർ അടയാളപ്പെടുത്തണം. അന്നത്തെ ഭാഗം നമ്പർ അത് അന്നത്തെ പഴയ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉണ്ടാകും. ഭാഗം നമ്പർ അല്ല, വോട്ടർ പട്ടികയിലുണ്ടാകും. ഓക്കെ, ക്രമ നമ്പറും അടയാളപ്പെടുത്തുക. അതാണ് പാർട്ട് പറയുന്നത്. ഓക്കെ, ഈ ഭാഗം എന്താണ്? ഈ ഭാഗം എന്ന് പറയുന്നത് ഒരു കൺഫ്യൂഷൻ. ഇത് എന്തിനാണ്? അതായത് 2002 വോട്ടർ ലിസ്റ്റിൽ ഇല്ലാത്ത ആൾക്കാരുണ്ട്. അതായത് ഒന്ന്
അന്ന് 18 വയസ്സാവാത്തവരുണ്ടാവും, അന്ന് നാട്ടിൽ ഇവിടെ ഇല്ലാത്ത ആൾക്കാരുണ്ടാവും, അന്ന് ഗൾഫിൽ വിദേശത്തൊക്കെ പോയ ആൾക്കാരുണ്ടാവും. അവർക്കൊക്കെയാണ് ഇതിൽ സംശയങ്ങളുള്ളത്. അങ്ങനെയുള്ളവർക്ക് അവരുടെ ബന്ധുക്കളുടെ, അതായത് അച്ഛൻ, അമ്മ, മുത്തച്ഛൻ, ഇവരുടെ എല്ലാവരുടെയും അന്നത്തെ ഡീറ്റെയിൽസ് 2002 അവരിപ്പം മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലും അത് നമുക്ക് ഇതിൽ എഴുതാം. ഈ പറഞ്ഞ രീതിയിൽ തന്നെ അത് നമുക്ക് എഴുതാം. പക്ഷെ ഇത് കുറെ നമ്മള് ഒരു 60% പേരെ BLOമാർ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. കണ്ടെത്തി നമുക്ക് ഇതിന്റെ ആപ്പ് ഉണ്ട്, മൊബൈൽ ആപ്പ് വഴി അവരെ നമ്മൾ ഇതുമായിട്ട് മാപ്പ് ചെയ്തിട്ടുണ്ട്. ഈ മാപ്പ് ചെയ്തിട്ട് ഇവരെ മക്കളെയും നമ്മൾ അവരെ നമ്പറും വെച്ച് ഈ മൊബൈൽ ആപ്പ് വഴി മാപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ചുരുക്കം ചിലതോളൂ നമുക്ക് നേരിട്ട് ബന്ധമില്ലാത്ത ആൾക്കാരതോളൂ കണ്ടെത്താൻ കഴിയാത്തത്. അപ്പം നമ്മുടെ അയൽവക്കത്ത് പ്രദേശത്തുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ കണ്ടെത്തി മാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവർക്ക് നമ്മളിപ്പം ഫോം പൂരിപ്പിക്കണം, എല്ലാവരും ഫോം ഫില്ല് ചെയ്യിപ്പിക്കണം. എന്നിട്ട് 40 വയസ്സ് പൂർത്തിയായി 2002 വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇല്ലാതിരുന്ന വോട്ട് ചെയ്യാൻ നമുക്ക് ഈ എന്യൂമറേഷൻ ഫോം എല്ലാവർക്കും ഉണ്ടാവും. ഈ നിലവിലുള്ള ലിസ്റ്റിൽ എല്ലാവർക്കും എന്യൂമറേഷൻ ഫോം കൊടുക്കുന്നതായിരിക്കും. അവരെല്ലാവരും ഇത് പൂരിപ്പിക്കണം. ഇനി പുതുതായി ആഡ് ചെയ്യണമെങ്കിൽ അവർക്ക് ഫോം 6 വെച്ചിങ്ങാട്ട് അവരെ പുതുതായി ഇതിലേക്ക് ഉൾപ്പെടുത്താം. പുതിയ വോട്ടർമാർ ഇപ്പം 18 വയസ്സായവരെ ഫോം 6 ഉപയോഗിച്ച് ഇതിലേക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. ഇനി നമുക്ക് ഇവിടുന്ന് മാറിപ്പോയവരുണ്ടെങ്കിൽ അവരെ നമുക്ക് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ ഫോം 8 വെച്ചിങ്ങാണ്ട് ഷിഫ്റ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനത്തെ ഒക്കെ ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഫോം 7 വെച്ചിങ്ങാണ്ട് ഒഴിവാക്കേണ്ടവർ, മരണപ്പെട്ടവരൊക്കെ നമുക്ക് ഇതിന്ന് ഒഴിവാക്കുകയും ചെയ്യാം. കൃത്യമായൊരു ലിസ്റ്റ് വരും. ഇത് സിമ്പിൾ ആണ് അമൃത. ഇത് കാഴ്ചയിൽ വളരെ സിമ്പിൾ ആണ്. ജനനത്തീയതി, അപ്പോൾ രക്ഷിതാവിന്റെ പേര്, കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ മറന്നു പോകാതെ ചെയ്യേണ്ട ഒരു കാര്യം, 2002 ആ വോട്ടർ പട്ടികയിൽ, അന്നത്തെ ആ വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരുന്ന ആളുകൾ ഈ ഭാഗത്ത് അത് കൃത്യമായി ഫില്ല് ചെയ്യുക. ഇല്ലാതിരുന്ന ആളുകൾ, അതിനുശേഷം വോട്ട് വന്ന ആളുകളാണെങ്കിൽ അവരുടെ ബന്ധുക്കളെയും മറ്റും വിശദാംശങ്ങൾ വളരെ കൃത്യമായി. ഇതിൽ കുറെ വിവാഹം കഴിച്ചു വന്നവർക്കാണ് ഡൗട്ടുകൾ ഉള്ളത്. അപ്പം അവരൊക്കെ എവിടുത്തതാണ്, അപ്പൊ അവര് അന്ന് എവിടെയായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത്? അതിപ്പോ വിവാഹം കഴിച്ചത് ചിലപ്പോൾ മലപ്പുറം ജില്ലയിൽ നിന്നാണ് ഇങ്ങോട്ട് വിവാഹം കഴിച്ചു കൊണ്ടുവന്നെങ്കിൽ അവരെ അച്ഛനും അമ്മക്കും വോട്ടുണ്ടാകും ചിലപ്പോൾ മലപ്പുറം ജില്ലയിലായിരിക്കും. അപ്പം അവിടുത്തെ ബൂത്തിന്റെ പാർട്ട് നമ്പറും സീരിയൽ നമ്പറും കണ്ടെത്തിയാണ്ട് നമ്മൾ ഈ ഭാഗത്ത് എഴുതണം. അങ്ങനെയെങ്കിൽ ആ വോട്ട് ഇങ്ങോട്ട് വളരെ പെട്ടെന്ന് കൊണ്ടുവരാൻ. അതെ, അതാണ് ഇപ്പോൾ അമൃത നമ്മൾ തന്നെ പറഞ്ഞ് ഒരു പക്ഷേ പ്രേക്ഷകർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതിനേക്കാൾ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ഉനൈസ് അലി പറഞ്ഞിട്ടുണ്ട്. അതെ, അത് വ്യക്തമാണ്. ചില സംശയങ്ങൾ കൂട്ടിയുണ്ട്. ഉനൈസ്, ഒരു കാര്യം ചോദിക്കട്ടെ. ഇതിപ്പോ BLO എന്റെ വീട്ടിലേക്ക് വരികയാണ്, ഞാനോ എന്റെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ വീട്ടിൽ ആരും ഇല്ലാത്തൊരു സാഹചര്യമാണെങ്കിൽ അത് എനിക്ക് അറിയാൻ കഴിയുമോ? എനിക്ക് ഓൺലൈനായി ഈ ഒരു ഫോം പൂരിപ്പിക്കാനൊക്കെ കഴിയും? BLO ഒരു തവണ വന്നിട്ട് നിങ്ങളെ കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ അയൽവക്കത്തും പിന്നെ ബൂത്ത് ലെവൽ ഏജന്റുമാരോടും പറയുന്നതായിരിക്കും. 3 തവണ ഞങ്ങൾ ഫീൽഡ് വിസിറ്റ് ചെയ്യും. 3 തവണയും നിങ്ങളെ കണ്ടെത്തിയിട്ടില്ലെങ്കിൽ മാത്രമേ ഉള്ളൂ അവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് പോയി എന്ന് പറഞ്ഞാട്ട് ഇതൊന്ന് ഒഴിവാക്കുന്നുള്ളൂ. ഓക്കെ, മറ്റൊരു കാര്യം, ഇതിപ്പോ BLO വീടുകളിലേക്ക് വരുമ്പോ എന്തൊക്കെ രേഖകളായിരിക്കും? ഇപ്പൊ നിലവിൽ ഒരു രേഖയും നമുക്ക് സമർപ്പിക്കാൻ ജസ്റ്റ് കോപ്പികളോ ഒന്നും തരേണ്ടതില്ല. ഈ ഫോം മാത്രം, എന്യൂമറേഷൻ ഫോം മാത്രം പൂരിപ്പിച്ച് വാങ്ങാനാണ് നിർദ്ദേശം കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇതിൽ പറയുന്ന രേഖകളുടെ കാര്യങ്ങൾ മാത്രം ഞാൻ നോക്കിയാൽ മതി അല്ലേ? ഈ ഫോമിലുള്ളത് മാത്രം. ഓക്കെ. വളരെയധികം നന്ദി ശ്രീ ഉനൈസ് അലി. ഏതായാലും ഏത് രീതിയിലാണ് ഈ എന്യൂമറേഷൻ ഫോം പൂരിപ്പിക്കേണ്ടത് എന്നൊക്കെയുള്ള സംശയങ്ങൾ പൊതുജനങ്ങൾക്ക് ഉണ്ടാകും. കാരണം ഇത് നമുക്ക് അറിയില്ലല്ലോ എങ്ങനെയാണ് ഇത് പൂരിപ്പിക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യം.